പാതിവില തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി കെ.എൻ. ആനന്ദകുമാർ റിമാൻഡിൽ ഈ മാസം 26 വരെയാണ് റിമാൻഡ് ചെയ്തത്. ഇന്നലെയാണ് ക്രൈംബ്രാഞ്ച് ആനന്ദകുമാറിനെ അറസ്റ്റ് ചെയ്തത്. മൂവാറ്റുപുഴ സീഡ് സൊസൈറ്റി സെക്രട്ടറി റിജി വർഗീസ് നൽകിയ കേസിലാണ് അറസ്റ്റ്. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ കസ്റ്റഡിയിലെടുത്ത ആനന്ദകുമാറിനെ ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാൻ, ഈ കേസുമായി ബന്ധപ്പെട്ട് പാതിവില തട്ടിപ്പ് കേസിലെ മുഖ്യ സൂത്രധാരനാണ് കെ.എൻ. ആനന്ദകുമാർ എന്ന് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തലുണ്ട്. നിലവിൽ മൂവാറ്റുപുഴയിലെ സീഡ് സൊസൈറ്റിയുടെ പരാതിയിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. നിലവിൽ റിമാൻഡ് ചെയ്തിരിക്കുന്നു. അതോ ഇയാള് ആശുപത്രിയിൽ തന്നെ തുടരുകയാണോ? കാരണം ഇന്നലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നല്ലോ, അതോ ജയിലിലേക്ക് മാറ്റുമോ? തിരുവനന്തപുരം ACJ കോടതിയാണ് ആനന്ദകുമാറിനെ 26-ാം തീയതി വരെ റിമാൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവിട്ടിരിക്കുന്നത്. മൂവാറ്റുപുഴ സബ് ജയിലിലേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് കഴിഞ്ഞ ദിവസം മുറിഞ്ഞപാലത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന ആനന്ദകുമാർ ഇപ്പോഴും അങ്ങനെ തന്നെ ആശുപത്രിയിൽ തുടരുകയാണ്. ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൽ തീരുമാനമെടുക്കേണ്ടതിനി മൂവാറ്റുപുഴ സബ് ജയിലിന്റെ സൂപ്രണ്ട് തന്നെയായിരിക്കും. എന്തായാലും 26-നകം മൂവാറ്റുപുഴ കോടതിയിൽ ഹാജരാക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ആനന്ദകുമാറിനെ വിശദമായ ചോദ്യം ചെയ്യലിനു വേണ്ടി കൊച്ചിയിലും അതോടൊപ്പം ആലപ്പുഴയിലും എത്തിക്കാനുള്ള ഒരു നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് ACJ കോടതി 26 വരെ റിമാൻഡ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. ഡാൻ, ക്രൈംബ്രാഞ്ച് ഇയാളെ ചോദ്യം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കസ്റ്റഡി അപേക്ഷ നൽകുന്നില്ല. കാരണം ഈ കേസിലെ കേരളം കണ്ട സമീപകാലത്ത് കണ്ട ഏറ്റവും വലിയ തട്ടിപ്പ് കേസാണ് ഈ പാതിവില തട്ടിപ്പ് കേസ്. ഇതിലെ മുഖ്യ പ്രതികളിൽ ഒരാളാണ്. കൂടുതൽ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയണം. എന്തുകൊണ്ടാണ് ക്രൈംബ്രാഞ്ച് അത്തരം ഒരു നീക്കം നടത്താത്തത്? പ്രതിയെ കസ്റ്റഡിയിൽ വേണമെന്ന് ആവശ്യപ്പെട്ട് അപേക്ഷ സമർപ്പിക്കാത്തത്? നിലവിൽ ചികിത്സയിൽ തുടരുകയാണ് ഈ ആനന്ദകുമാർ. ചികിത്സയിൽ തുടരുന്ന ആനന്ദകുമാറിന്റെ ആരോഗ്യസ്ഥിതി വീണ്ടെടുത്താൽ മാത്രമേ മറ്റ് നീക്കങ്ങളിലേക്ക് അന്വേഷണ സംഘത്തിനും കടക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് അതിനുവേണ്ടി അവർ കാത്തിരിക്കുന്നത്. പക്ഷേ ഈ ആശുപത്രി വിട്ട ശേഷം പ്രാഥമികമായ ഒരു ചോദ്യം ചെയ്യൽ ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അതിനുശേഷമായിരിക്കും കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ACJ കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മൂവാറ്റുപുഴയിലെ സബ് ജയിലിലേക്ക് എത്തിക്കുക. മൂവാറ്റുപുഴയിൽ സബ് ജയിലിൽ 26-ാം തീയതി വരെയാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. അതിനകം അവിടെ കോടതിയിൽ ഹാജരാക്കണമെന്നുള്ള നിർദ്ദേശവുമുണ്ട്. വിശദമായ ചോദ്യം ചെയ്യൽ നടക്കണമെങ്കിൽ അനന്തകൃഷ്ണനെയും ആനന്ദകുമാറിനെയും ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അവർക്ക് കടക്കേണ്ടതുണ്ട്. അതോടൊപ്പം പിടിച്ചെടുത്തിരിക്കുന്ന ഡിജിറ്റൽ രേഖകൾ വിശദമായി പരിശോധിച്ചുകൊണ്ടുള്ള ചോദ്യം ചെയ്യലും ആവശ്യമായി വരും. എന്തായാലും കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരിക്കുന്ന തെളിവുകൾ സെഷൻസ് കോടതിയിൽ അന്വേഷണ സംഘം സമർപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതുമായി ബന്ധമില്ല, ട്രസ്റ്റിനാണ് പണം ലഭിച്ചത് എന്ന തരത്തിൽ ആനന്ദകുമാറിന്റെ അഭിഭാഷകൻ മുമ്പോട്ട് വെച്ച വാദങ്ങൾ തള്ളിക്കൊണ്ട് മുൻകൂർ ജാമ്യാപേക്ഷ സെഷൻസ് കോടതി തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ആനന്ദകുമാറിന്റെ അറിവോടെ തന്നെയാണ് ഇങ്ങനെ വലിയൊരു സാമ്പത്തിക തട്ടിപ്പ് നടന്നിരിക്കുന്നത് എന്ന കാര്യം കോടതി ശരിവെച്ചുകൊണ്ടാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്ന ഒരു നടപടി ഉണ്ടായത്. അതോടൊപ്പം തന്നെ ACJ കോടതിയും ഇടക്കാല ജാമ്യം അനുവദിക്കാതെ 26 വരെ റിമാൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ആനന്ദകുമാർ കൂടുതൽ കുരുക്കിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് ഈ നടപടികളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും ഡാൻ, സാധാരണക്കാരായ സ്ത്രീകളടക്കമാണ് ഈ തട്ടിപ്പിന് ഇരകളായത്. 1000 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നുവെന്ന ഒരു നിഗമനം അന്വേഷണ സംഘത്തിനുണ്ടായിരുന്നു. ഈ കേസിലെ മുഖ്യപ്രതി, മുഖ്യ സൂത്രധാരൻ, തട്ടിപ്പ് എങ്ങനെയാണ് നടന്നത്, ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ചാണ്, ആർക്കൊക്കെ ഈ കേസിൽ പങ്കുണ്ട്, തട്ടിപ്പിൽ പങ്കുണ്ട് തുടങ്ങിയ വിവരങ്ങളൊക്കെ അറിയണമെങ്കിൽ സ്വാഭാവികമായും ആനന്ദകുമാറിനെയും അനന്തകൃഷ്ണനെയും ഒന്നിച്ച് ചോദ്യം ചെയ്യണം. അതിനുശേഷം മാത്രമായിരിക്കുമോ കൂടുതൽ പേരെ പ്രതി ചേർക്കാനുള്ള നടപടികൾ പോലീസിന്റെ ഈ ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തുനിന്നുണ്ടാകുകയുള്ളൂ? അത് സംബന്ധിച്ച വിശദാംശങ്ങളൊന്നും നമുക്കിതുവരെ ലഭ്യമായിട്ടില്ല. കാരണം മാധ്യമങ്ങളിലേക്ക് ഈ വിവരങ്ങൾ എത്താതെ അതീവ രഹസ്യമായാണ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ സംഘം ഈ നീക്കങ്ങളൊക്കെ നടത്തുന്നത്. ഇന്നലെ ശാസ്തമംഗലത്തെ വീട്ടിൽ നിന്ന് ആനന്ദകുമാറിനെ അറസ്റ്റ് ചെയ്ത് അടക്കമുള്ള കസ്റ്റഡിയിലെടുത്ത് അടക്കമുള്ള നടപടികൾ അതീവ രഹസ്യമായിട്ടായിരുന്നു. ഈ കേസിൽ വിവിധ രാഷ്ട്രീയ പാർട്ടിയിലെ പ്രമുഖർ ഉൾപ്പെടെ ആരോപണ വിധേയരായി നിൽക്കുന്നു.
ഒരു സാഹചര്യമുണ്ട്. ഒരുപക്ഷെ അതിന്റെ ഒരു ഗൗരവം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് പോലീസിന്റെ അന്വേഷണവും ഈ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണവും പഴുതടച്ച രീതിയിൽ നടക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. നിലവിൽ ആനന്ദകുമാറും അനന്തകൃഷ്ണനും പുറമെ മറ്റ് ചില പ്രമുഖർക്ക് കൂടി ഈ തട്ടിപ്പിൽ നേരിട്ട് ബന്ധമുണ്ട് എന്നൊരു സൂചനയിലാണ്, അങ്ങനെ ഒരു വിലയിരുത്തലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. അടുത്ത ഘട്ടങ്ങളിൽ ഇവരെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നീക്കങ്ങളുടെ ഭാഗമായി രാഷ്ട്രീയമായി ബന്ധമുള്ള ഈ പ്രമുഖരിലേക്ക് അടക്കം ഈ അന്വേഷണം നീളുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്.